കനത്ത ചൂടിന് പിന്നാലെ മൂന്നാറിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ കളക്ടർ. മൂന്നാറിലെ സ്ഥിതി അപകടകരമെന്നാണ് മുന്നറിയിപ്പ്. പുറത്തിറങ്ങുമ്പോൾ തലയും ശരീരവും മറയ്ക്കണം. നേരിട്ട് വെയിൽ കൊള്ളരുതെന്നും നിർദ്ദേശം. വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകാൻ ടൂറിസം വകുപ്പിനും DTPCക്കും കളക്ടർ നിർദ്ദേശം നൽകി. നമ്മുടെ ഇടുക്കിയെ സംബന്ധിച്ചൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും മൂന്നാർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അവിടെയുള്ള അൾട്രാ വയലറ്റ് ഇൻഡെക്സ് UV ഇൻഡെക്സ് വളരെ കൂടുതലായിട്ടാണ്. 8 മുകളിലൊക്കെയാണ് പലപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത്. 8ന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു വെരി ഹൈ അലേർട്ടുള്ള ഒരു സിറ്റുവേഷനാണിത്. 11 ആകുമ്പോഴത്തേക്ക് എക്സ്ട്രീം സിറ്റുവേഷൻ വരും. ജനങ്ങളെല്ലാവരും ഇത് സംബന്ധിച്ച് നമ്മൾ പത്രക്കുറിപ്പ് നൽകുന്നുണ്ട്. ഇത് ജനങ്ങൾ വളരെയധികം ജാഗ്രതയോടെ, ഉദാഹരണത്തിന് ഷെയ്ഡ് വേണം, കുടയോ ക്യാപ്പോ അങ്ങനെയുള്ള നമ്മൾ ബോഡി കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് സൺലൈറ്റിൽ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ബോഡി കംപ്ലീറ്റ് കവർ ചെയ്ത് പോകാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ എല്ലാവരും നടത്തേണ്ടതായിട്ടുണ്ട്. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, ഈ വേനൽക്കാലത്ത് ഇത്തിരി തണുപ്പും തേടി ആളുകളൊക്കെ ഒഴുകിയെത്തുന്ന ഇടത്താണ് ഈ ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഉള്ളത്. അത്രയേറെ ശ്രദ്ധിക്കണമല്ലേ മൂന്നാറിൽ പോലും? അതുതന്നെയാണ് റോഷ്നി. മറ്റ് ജില്ലകളിൽ ചൂട് കൂടുമ്പോൾ ആളുകൾ ഇടുക്കിയിലെ തണുപ്പ് തേടി പ്രത്യേകിച്ച് വാഗമണിലും മൂന്നാറിലേക്കൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ മൂന്നാറിൽ UV ഇൻഡെക്സ് 8 കടന്നിരിക്കുകയാണ്. ഒരു ഓറഞ്ച് അലേർട്ട് ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ് UV ഇൻഡെക്സ് ഏറ്റവും കൂടുതലെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വിനോദസഞ്ചാരികൾ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. UV ഇൻഡെക്സ് ശരീരത്തെ നേരിട്ട് ഏൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപ്പും അതുകൂടാതെ ശരീരം മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കണം. അതുകൂടാതെ ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കണം എന്നുള്ളതാണ് കളക്ടർ പറയുന്നത്. അതീവ ജാഗ്രത പാലിക്കണം. അത് വിനോദസഞ്ചാരികളാണെങ്കിലും മൂന്നാറിലുള്ള ആളുകളാണെങ്കിലും അതീവ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഈ തോട്ടം മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. മൂന്നാറിലെ അവസ്ഥയാണ് രാഹുൽ വിശദീകരിച്ചത്.